മാർത്തോമ സഭയിലെ സീനിയർ പട്ടക്കാരനും ഫോമർ DSMC ഡയറക്ടറുമായിരുന്ന ലേറ്റ് റെവറൻഡ് VM മാത്യു അച്ഛൻ രചിച്ച ഒരു വിമോചന ഗാനം നമുക്ക് ശ്രവിക്കാം. ശക്തമായ വാക്കുകളാൽ രചിക്കപ്പെട്ട ഈ ഗാനം ആലപിക്കുന്നതിനായി സെന്റ് തോമസ് കയറിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ MA ഉമ്മൻ സമുന്നതനായ വികസന സാമ്പത്തിക വിദഗ്ധനും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ MA ഉമ്മൻ കേരളത്തിലെ സീനിയർ മോസ്റ്റ് എക്കണോമിസ്റ്റാണ്. കേരള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ യോഗി പുരസ്കാരം, കൽക്കട്ടയിലെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ബിരുദം തുടങ്ങിയവ നേടിയിട്ടുണ്ട്. 94-ാം വയസ്സിലും പൊതുരംഗത്ത് സജീവം എന്നതിലുപരി ഹോണററി ഫെലോ ആയി തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലും
ഡിസ്റ്റിങ്വിഷ്ഡ് ഫെലോ ആയി തിരുവനന്തപുരം ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലും പ്രവർത്തിക്കുന്നു. 30-ൽ പരം ഗ്രന്ഥങ്ങളും 500-ൽ പരം പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. പുതിയ ആകാശം പുതിയ ഭൂമി അട്ടിമറിയുടെ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ ആശംസകൾ നേരുന്നതിന് സാദരം ക്ഷണിക്കുന്നു. അഭിമന്യ തിരുമേനി, ആദരണീയനായ, കുറേ കേൾക്കാമോ? ജസ്റ്റിസ് സിറിയക് ജോൺസൺ ദൈവശാസ്ത്ര പണ്ഡിതനല്ല എന്നുള്ള ആഭിമുഖ്യത്തോടുകൂടി തുടങ്ങിയെങ്കിലും അദ്ദേഹം പുസ്തകം ആഴത്തിൽ വായിക്കുകയും അതേക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുകയും ചെയ്തു. അതിനപ്പുറം എനിക്കെന്ത് പറയാനാവും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ജോൺ സാമുവൽ എൻ്റെ ചിരകാല പരിചയക്കാരനാണ്. അതുകൊണ്ട് മാത്രമാണ് അടുത്ത ഈ ആഴ്ചയിൽ നടത്താനിരുന്ന എൻ്റെ കാറ്ററാക്ട് ഓപ്പറേഷൻ മാറ്റിവെച്ച് ഞാൻ വന്നത്. അട്ടിമറിയെക്കുറിച്ച് തിരുമേനിയും സാറും വളരെ ഭംഗിയായി പറഞ്ഞു. യേശുക്രിസ്തു തന്നെ ഒരു അട്ടിമറിയായിരുന്നു. ഇതുപോലെ മനുഷ്യൻ്റെ ചിന്താധാരയെ മാറ്റിമറിച്ച ഒരു അട്ടിമറി ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ള പ്രമാണത്തിന് പകരം എൻ്റെ കൽപ്പനകളെല്ലാം തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിനായിട്ട് പറയുക മാത്രമല്ല, ജസ്റ്റിസ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചും കാണിച്ചു കൊടുത്ത ഒരു ജീവൻ്റെ ആൾരൂപമായിരുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ഹ്യൂമാനിറ്റി, ഇറ്റ് ഈസ് ദി ക്വിൻറ്റസെൻസ് ഓഫ് ഹ്യൂമാനിറ്റി. മാനവികതയുടെ ഏറ്റവും ചുരുക്കിയതും എന്നാൽ ആ ചുരുക്കത്തിനുള്ളിൽ മാനമുട്ട വളരാനും വിശ്വം നിറയെ വികസിക്കാനും കഴിയുന്ന സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്നു. അതിലപ്പുറം ഒരു അട്ടിമറിയില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന KC ജോർജ് അച്ഛൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, കുടുംബസമേതം എന്നെ സന്ദർശിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, വാസ്തവത്തിൽ എല്ലാവർക്കും എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു പുസ്തകം ഞാൻ പലയാവർത്തി ഇപ്പോഴും വായിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 10 വർഷം പലയാവർത്തി വായിച്ച ബിഷപ്പിൻ്റെ പുസ്തകമാണ്, ജോൺ ഷെൽബി സ്പോങ്ങിൻ്റെ പുസ്തകം, ജീസസ് ഫോർ ദ നോൺ റിലീജിയസ്. ഞാൻ ആ പുസ്തകത്തെ ആശ്രയിച്ചല്ല സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ വായിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മൗലികമായിരിക്കുന്ന അട്ടിമറിയുടെ രഹസ്യം, അർത്ഥം മനസ്സിലാവുവാൻ സാധിക്കും. അച്ഛനോട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനോട് മുന്നിൽ കണ്ട 2 കള്ളന്മാരോട് യേശു ക്രിസ്തു ഒരാളിനോട് പറയുന്നു,
ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. എത്ര വലിയ ഒരു സന്ദേശമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഒരു പെരുങ്കള്ളൻ ഒരു വശത്ത്, അവന് വേണ്ടിയത് എല്ലാ സൗഖ്യങ്ങൾക്കും ഉള്ള പേരൻ്റൽ ഗോഡ്. ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഡിയാട്രിസ് ബോൺഹോമറുടെ വാക്കുകൾ കടമെടുത്താൽ, ഈ മതമല്ല, അതിനപ്പുറം ഞാൻ ആരാകുന്നു എന്ന് എന്നെ മനസ്സിലാക്കി തരുന്ന ശക്തിയാണ് നീയെന്ന് ഒരു കള്ളൻ പറയുന്നു. ഒരിക്കലും ഇയാൾക്ക് പവറുണ്ടല്ലോ, ഇയാൾക്ക് എന്നെ ഇറക്കി വിട്ടുകൂടെ, നമ്മളെയൊക്കെ രക്ഷിച്ചുകൂടെ? ഒരു പേരൻ്റൽ ആറ്റിറ്റ്യൂഡിൽ കൂടി കാണുന്ന നമ്മളുടെ മറ്റൊരു പ്രതിരൂപമാണ് ആ മനുഷ്യൻ. എനിക്കൊരു കാറ് വേണം, എൻ്റെ കുട്ടി ജയിക്കണം, എൻ്റെ ദീനം മാറണം, എനിക്കെല്ലാം കിട്ടണം, അതിനുവേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നു. പക്ഷെ മറ്റവൻ പറഞ്ഞു, മറ്റേ കള്ളനും പറയുകയാണ്, നീ സത്യം ഞാൻ അന്വേഷിച്ചാൽ കണ്ടാൽ നിന്നിൽ പ്രഘോഷിച്ച സത്യം ഈ റോമാ പൗരന്മാർ സാമ്രാജ്യം മുഴുവനും നിന്നെ കള്ളനായി മുദ്രകുത്തി കുരിശിൽ തറയ്ക്കാൻ പോകുമ്പോൾ ഞങ്ങളാണ് വാസ്തവത്തിൽ കള്ളന്മാർ, പക്ഷെ നീയല്ല. അപ്പോഴാണ് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപും ഇല്ല, എന്തിനും ഡൊണാൾഡ് ട്രംപ് വരെ പോകുന്നു. നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും യുക്രൈനും റഷ്യയും ഗാസായിൽ നേതന്യാഹുവിൻ്റെ ബോംബിങ്. പക്ഷേ നേതന്യാഹു അവിടെ ബോംബിടുന്ന സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ഇനിയത്തെ പുനർനിർമ്മാണം ഞാൻ ചെയ്തോളാം, ഞങ്ങളുടെ കമ്പനി. അമേരിക്ക ചെയ്യാമെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള വെല്ലുവിളി ഞാൻ ദീർഘിപ്പിക്കുകയല്ല. എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്ന കാലം ചെയ്ത ഈശോ തിരുമേനി, മാർത്തോമാ സഭയിലെ പാവപ്പെട്ട ഒരു നല്ല തിരുമേനി, ഒരു ദിവസം ഞാൻ തൃശ്ശൂരിൽ ജോലിയായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, 1970കളുടെ അവസാനത്തിലാണ്, നമ്മുടെ ഒരു മിഷനറിയെ റഷ്യക്കാർ ജയിലിലിട്ടിരിക്കുന്നു, സാറൊക്കെ കമ്മ്യൂണിസത്തിനോട് വലിയ അനുഭവമുള്ള ആളാണല്ലോ, ഇതൊക്കെ സഹിക്കുന്നത് എങ്ങനെയാണ്, ഞാനെങ്ങനെ ഒരു നല്ല കമ്മ്യൂണിസം സ്ഥാപിക്കുന്നതിന് സാധിക്കുമോ സാറേ എന്നത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആവലാതികൾ ഒരുപാട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഓർമ്മയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, തിരുമേനിക്കറിയാൻ ഞാൻ നല്ലപോലെ കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചർ വായിച്ചിട്ടുള്ള ആളാണ്, അത് തർജ്ജമ ചെയ്യുന്നതിന് കൂട്ടുനിന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഒരു കാലത്തും കമ്മ്യൂണിസം നടപ്പാക്കാൻ ഒക്കത്തില്ല. കാരണം പ്രോപ്പർട്ടി ക്ലാസ്, ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ്, ബൂർഷ്വാസി എന്നൊക്കെ പറയുന്ന ആളുകൾ, നമ്മളെല്ലാം അത് തന്നെയാണ്, അവരുടെ സ്വാർത്ഥതയെ വിട്ടുകളഞ്ഞിട്ട് മറ്റൊരു ജീവിതം അവർക്ക് സഹിക്കാവുന്നതല്ല. അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി, ബൂർഷ്വാസി വ്യവസ്ഥിതിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് മാറും. ഈ
മനുഷ്യൻ്റെ മനസ്സ് മാറാതെ. ആ മാറ്റമാണ് യേശു ക്രിസ്തുവിൽ കാണിച്ചത്. യേശു ക്രിസ്തു പറഞ്ഞു, കുരുടന് കാഴ്ച, വിധവയുടെ സുഹൃത്ത്, ചെകിടർക്ക് കേൾവി. അങ്ങനെ ബലഹീനരായിട്ടുള്ളവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ലോകത്തിൽ അറിയിച്ചു കൊടുക്കുന്നതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ശമരിയക്കാരത്തി സ്ത്രീയോടൊപ്പം അവരുടെ കോളനിയിൽ പോയി താമസിക്കുവാൻ ആർക്ക് സാധിക്കും? ഇവിടുത്തെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, പുസ്തകത്തിൽ പറയുന്നുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം. ജസ്റ്റിസ് അത് വായിച്ചുകൂടെ? ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ശമരിയക്കാരുടെ കൂട്ടത്തിൽ പോയി താമസിച്ച് യഹൂദന്മാർ നടക്കാത്ത സമരിയ പ്രദേശത്ത് കൂടി നടന്ന് എല്ലാവിധ അതിരുകളെയും ട്രൈബൽ ലോയൽറ്റീസിനെയും വെല്ലുവിളിക്കത്തക്കവണ്ണമായിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി. ആ ഹ്യൂമാനിറ്റി എന്താണ്? ആ മാനവികത എന്താണ്? അതാണ് ദൈവരാജ്യത്തിന്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. ആ കിങ്ഡം ഓഫ് ഗോഡ് നേടിയെടുക്കാൻ സാധിക്കാത്തവണ്ണം പ്രവൃത്തിയും പറച്ചിലും തമ്മിലുള്ള അന്തരം, അതുതന്നെയാണ് ജസ്റ്റിസ് പറഞ്ഞത്. ഞാനൊന്നും അധികം കൂടുതലായി പറയുകയല്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 1945 മറ്റും മരിച്ചു അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ട ഡിയാട്രിച്ച് ബ്രൗൺ ഹോമർ പറയുന്നുണ്ട്, റിലിജിയൻലെസ് ക്രിസ്ത്യാനിറ്റി. റിലിജിയൻലെസ് ക്രിസ്ത്യാനിറ്റി കൊണ്ട് മാത്രമേ ലോകത്തിന് പുതിയ ആകാശവും പുതിയ ഭൂമിയും നടപ്പാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് സ്വന്തം എത്രയോ ശക്തനായിരിക്കുന്ന ദൈവം പറഞ്ഞു, സ്വന്തം കഴിവുകൾ മാറ്റിവെച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊക്കെ കാണിക്കുന്നതൊന്നും, ഈ പാവങ്ങൾ, അറിയാത്ത പാവങ്ങൾ കാണിക്കുന്നതൊന്നും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ തക്ക വിശാലത. ആ വിശാലത സ്നേഹത്തിൽ നിന്ന് മാത്രമേ ഉടലെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ വിശാലതയാണ് ഏറ്റവും വലിയ പുതിയ ആകാശവും പുതിയ ഭൂമിയും കെട്ടിപ്പടുക്കുവാൻ അടിയന്തരമായിട്ടും ആവശ്യം. ഈ പുസ്തകത്തിൻ്റെ അവസാനം 2 ചാപ്റ്ററുകളും അവസാനിപ്പിക്കുന്നതിൽ അതെനിക്ക് ഓർമ്മയിൽ പറയാൻ സാധിക്കില്ല. എങ്കിലും വെളിപാട് പുസ്തകം റെവലേഷൻസ് 21 മറ്റോ ആണ് പറയുന്നത്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് എന്താണ്? ബിഹോൾഡ് the dwelling of God is with man. Behold, the dwelling of God is with man. ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരോട് കൂടിയാണ്. The dwelling of God is with man. മനുഷ്യരോടുകൂടി ദൈവം ജീവിക്കുന്ന ഒരു പുതിയ കാലയളവിനെ കുറിച്ച് ചിന്തിക്കുവാൻ, മനുഷ്യരാശിയെ വളർത്തിയെടുക്കാൻ, അതിന് വേണ്ട സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഊഷ്മളതയാണ് പുതിയ ആകാശം പുതിയ ഭൂമി. ആദരണീയനായ തിരുമേനി, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സന്ദേശം ലോകം മാറ്റിമറിച്ചില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. വിഡ്ഢികളായിരിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് അവസാനിക്കും.
അതുകൊണ്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ അട്ടിമറിയുടെ അന്തസത്ത ഗ്രഹിക്കുവാൻ നമുക്ക് ഈ പുസ്തകം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. സ്നേഹത്തിൻ്റെ സന്ദേശം ജീവിച്ചു കാണിച്ച യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രഘോഷിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ച ഡോക്ടർ എം.എ. ഉമ്മൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഫോമർ പ്രൊഫസർ ആൻഡ് PG ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഹെഡായിരുന്ന പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് നിലവിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഗവേണിംഗ് ബോർഡ് മെമ്പറാണ്. അനവധി പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ള ഡോക്ടർ മേരി ജോർജ് ദൃശ്യമാധ്യമങ്ങളിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി ചാനൽ ചർച്ചകളിൽ നിറസാന്നിധ്യമാണ്. സാമ്പത്തിക ശാസ്ത്രവും സ്ത്രീ ശാക്തീകരണവും എന്ന വിഷയത്തിൽ തൽപരയായ ഡോക്ടർ മേരി ജോർജിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. മലങ്കര മാർത്തോമ സഭയുടെ കൊല്ലം, തിരുവനന്തപുരം ഭദ്രാസന അധ്യക്ഷനായ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ആദരണീയനായ ജോസഫ് സിറിയക് ജോസഫ് അവറുകളെ, ഉമ്മൻ സർ, ജോൺ ഇവിടുത്തെ ഫോക്കസ് ആയിട്ടുള്ള ശ്രീ ജോൺ സാമുവൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉമ്മൻ സാറിൻ്റെ പ്രസംഗത്തിൽ സാറ് സൂചിപ്പിച്ചു സഭകളെല്ലാം ഒന്നായി തീരേണ്ടതിൻ്റെ, അഥവാ സഭകളില്ലാതെ യേശുക്രിസ്തുവിൽ ചേർന്ന് നാം മുൻപോട്ട് പോകുന്നതിൻ്റെ ആവശ്യകത. അത് തന്നെയാണ് സിറിയക് ജോസഫിൻ്റെ പ്രസംഗത്തിലും ഊന്നി പറഞ്ഞ, അദ്ദേഹം ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ച ഭാഗത്തിൻ്റെ കാര്യം. അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ 18 വർഷം മുൻപ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു ആർട്ടിക്കിൾ, അത് ഞാൻ ഇപ്പോഴും വെട്ടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തുവിനെ, ഹിന്ദുവിലാണ്, ഇംഗ്ലീഷിലാണ്, ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനമാണ്, യേശു ക്രിസ്തുവിനെ ആരാണ് സഭകളിൽ നിന്ന് രക്ഷിക്കുക എന്നാണ് 2018 അദ്ദേഹം ആ ലേഖനം എഴുതിയത്. ആ ലേഖനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലേഖനം അദ്ദേഹം എഴുതിയത് എന്ന്. അപ്പം ഈ ചർച്ചസ് ഇങ്ങനെ വേറിട്ട് നിന്നുകൊണ്ട് പരസ്പരം ഒരു പക്ഷേ പലപ്പോഴും ചെളിവാരി എറിയുക, അല്ലെങ്കിൽ ഒരു സഭ അടുത്ത സഭയെ ചെറുതാക്കി കാണിക്കുക, ഇങ്ങനെയൊക്കെ കാണിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും ഒരു വലിയ ഹീനമായ സ്വഭാവം, ഒരു വലിയ സ്വഭാവമല്ല. ഈ അടുത്തിടെ 2021 ജെയിംസ് ഓട്ടീസൺ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിൻ്റെ പേര് 7 ഡെഡ്ലി എക്കണോമിക് സിൻസ്, 7 മാരക സാമ്പത്തിക പാപങ്ങൾ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഏതാണ് ഈ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ്? അതായത് പ്രൈഡ്, ഗ്രീഡ്, ലവ്, ഗ്ലൂട്ടണി, റാത്ത്, സ്ലോത്ത്, എൻവി. ഈ 6 പാപങ്ങളാണ്. അതായത് രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങി ശോഭിച്ച് തലപ്പത്തെത്തുമ്പോഴേക്കും ഈ 7 പാപങ്ങളുടെയും അടിമയായിത്തീരുന്നു നേതാക്കന്മാർ. അപ്പോൾ അവരെ ഭരണത്തിലേക്ക് കയറ്റിവിട്ടവർ എന്താഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം തലപ്പത്തിരിക്കുന്നവർ, ഭരിക്കുന്നവർ മറന്നു പോകുന്നു. അതിനൊക്കെയുള്ള ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മിസ്റ്റർ ജോൺ സാമുവലിൻ്റെ ഈ പുസ്തകം എൻ്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി. ജോൺ സാമുവലിനെ എനിക്ക് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞപ്പോൾ
ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ജനന പശ്ചാത്തലം, യേശുക്രിസ്തുവിൻ്റെ ജനന പശ്ചാത്തലം, യേശുവിൻ്റെ കുടുംബം എങ്ങനെ, 33-ാം പേജിലാണ് യേശുവിൻ്റെ കുടുംബം. ആ കുടുംബത്തെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ ഒരു സാധാരണ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ അച്ഛൻ തച്ചനായിരുന്നു. ആ തരത്തിലാണ് ആ പുസ്തകത്തിൻ്റെ പോക്ക്. അപ്പോൾ ആ കുലത്തൊഴിൽ പഠിച്ച് മുന്നോട്ട് പോകുന്ന, അങ്ങനെ ജനനത്തെ പറ്റി അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ആശങ്കയായി. എന്താ മിസ്റ്റർ ജോൺ സാമുവൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്? കാരണം നമുക്കറിയാം, പഴയ നിയമകാലം മുതൽ ഞാൻ എൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയക്കും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട് കർത്താവ്. ആ കർത്താവിൻ്റെ പുത്രനെ പെട്ടെന്ന് അയക്കുകയല്ല ചെയ്തത്. കന്യാമറിയത്തിൻ്റെ അടുക്കെ വന്ന് മാലാഖ പറയുന്നു, നീ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ മംഗളവാർത്ത. അപ്പോൾ ആ മംഗളവാർത്ത കാര്യത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനം നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശുവിൻ്റെ ജനനം BC മാറ്റി AD ആനം ഡൊമിനി, അതായത് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് കാലഘട്ടത്തെ വെട്ടിപ്പിളർക്കാൻ പോന്ന ജനനം. അതുമാത്രമല്ല, യേശു ജനിച്ചപ്പോൾ ഒരു ദിവ്യ നക്ഷത്രം ഉദിക്കുന്നു. ആ ദിവ്യ നക്ഷത്രം കണ്ട് 3 രാജാക്കന്മാർ കിഴക്ക് നിന്ന് യേശുവിനെ കാണാനായിട്ട് വളരെ, അന്നത്തെ കാലം 2000 വർഷം മുൻപാണെന്ന് ഓർക്കണം. ആ കാലത്ത് യാത്ര ചെയ്ത് ഹെറോദോസിൻ്റെ അടുത്ത് എന്ന് വഴി ചോദിക്കുന്നു. അവർ നക്ഷത്രമാണ് വഴി കാട്ടിയത്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെല്ലാം കിടക്കുമ്പോൾ എന്താണ് മിസ്റ്റർ ജോൺ സാമുവൽ ഇതേപ്പറ്റി ഒന്നും ഒരു സൂചന പോലും തരാതെ ആ ജനനം ഇങ്ങനെ ഒരു ദരിദ്ര കുടുംബം, തച്ചൻ എന്നുള്ള രീതിയിലൊക്കെ മുൻപോട്ട് പോകുന്നത് എന്ന് വിചാരിച്ച് ഒരു കുറച്ച് അതൃപ്തിയോടുകൂടി തന്നെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ മുൻപോട്ട് പോയപ്പോഴാണ് ദാ കിടക്കുന്നു മംഗലവാർത്ത, അതായത് കന്യാമറിയത്തിൻ്റെ സ്തോത്രഗീതം ഒക്കെ പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് വരുന്നു. സത്യം പറഞ്ഞാൽ പഴയ നിയമം പറഞ്ഞിരിക്കുന്നതും പുതിയ നിയമം പറയുന്നതുമായ കാര്യങ്ങളൊക്കെ പിന്നീട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വായിച്ചു വന്നിട്ട് അതായത് യേശുവിൻ്റെ പുനരുത്ഥാനത്തെ പറ്റിയുള്ള ഭാഗം എത്തുന്നു. ആ പുനരുത്ഥാനത്തെ പറ്റിയുള്ള ഭാഗം, അപ്പം പുനരുത്ഥാനത്തെ പറ്റിയുള്ള ഭാഗമൊക്കെ എത്തുന്നത് കുറേ അങ്ങ് പിന്നിട്ട് ചെല്ലുമ്പോഴാണ്. പുനരുത്ഥാനത്തെ പറ്റിയുള്ള ഭാഗം എത്തുമ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, ഒരു ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥിക്കാണെങ്കിൽ PhD എടുക്കാനുള്ള സാധ്യതയാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അതുപോലെ ഏത് അന്ധനെ, അതായത് ഏത് അവിശ്വാസിയെയും വിശ്വസിപ്പിക്കത്തക്ക തെളിവുകളാണ് ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്നതിന് നിരത്തുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജോൺ സാമുവൽ അത് അത്ര മനോഹരമായിട്ട് നിരത്തിയിരിക്കും. എന്താണ് ആ തെളിവുകൾ? ഒന്ന്, സാബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം യേശുവിൻ്റെ ശരീരത്തിൽ തൈലലേപനത്തിന് വേണ്ടി മഗ്ദലന മറിയവും മറ്റേ മറിയവും കൂടി ചെല്ലുന്നു. ആ യേശുവിനെ സംസ്കരിച്ചിരുന്ന കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. അവരെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നവരൊക്കെ ചുറ്റുവട്ടത്തിൽ പരിഭ്രാന്തരായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അത് ആരും ഒരു തരത്തിലും കള്ളത്തരം ഉണ്ടാക്കിയതില്ല. അത് ഒറിജിനലായിട്ടുള്ള സിസ്റ്റമാണ്. അത് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ വിവരം കണ്ടിട്ട് എന്ത് ചെയ്തു ഈ കാവൽക്കാർ പ്രീശന്മാരുടെ, ഫരിസേയരുടെ, അതായത് മേലധ്യക്ഷന്മാരുടെ, പുരോഹിത ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ ചെന്ന് ഈ സംഭവിച്ചത് അവനെ കാണാനില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ കീപ് സൈലൻസ്, മിണ്ടാതിരിക്കണം, ഈ കാര്യം ആരും അറിയരുത്, അവൻ്റെ ശിഷ്യന്മാർ അവനെ തട്ടിക്കൊണ്ടുപോയി എന്ന് വേണം ലോകത്തോട് പറയാൻ. അങ്ങനെ യേശു ഒരു സാധാരണ തച്ചൻ്റെ മകനാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ആ പുരോഹിത ശ്രേഷ്ഠന്മാർ അവരെ പഠിപ്പിക്കുന്നത്. അതിനവർക്ക് ധാരാളം പണവും കൊടുത്തു. അങ്ങനെ ആ കള്ളവ് അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട്, അതായത് ഇത് വർണ്ണിച്ചിരിക്കുന്ന ആ രീതി,
ആ ഗവേഷണ പടുതയോടെയുള്ള ആ വിവരണം അത് കണ്ടു കഴിഞ്ഞ് പിന്നെ മുൻപോട്ട് പോയപ്പോഴാണ് ഇനി ഞാൻ ബാക്കി പറയാനുള്ളത് പറയുന്നതിന് മുൻപ് എനിക്ക് ബഹുമാനപ്പെട്ട തിരുമേനിയോടാണ് ഒരു കാര്യം പറയാനുള്ളത്. മാർത്തോമാ സഭയിൽ PhD രജിസ്റ്റർ ചെയ്യാതെ ആർക്കെങ്കിലും ഡോക്ടറേറ്റ് കൊടുക്കാമെങ്കിൽ മിസ്റ്റർ ജോൺ സാമുവലിന് ഡോക്ടറേറ്റ് കൊടുക്കണം. അത്ര മനോഹരമായി ചെയ്തിരിക്കുന്ന, അതായത് യേശുക്രിസ്തുവിൻ്റെ 2000 വർഷം മുൻപ് മുതൽ യേശുക്രിസ്തുവിൻ്റെ ജനനം തൊട്ട് ഇന്ന് വരെയുള്ള കാലം ഇൻ്റർലിങ്ക് ചെയ്തിരിക്കുന്നത്, അത് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഇൻ്റർലിങ്ക് ചെയ്യുകയല്ല. പ്രശസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ നിന്ന് ഒപ്പിയെടുത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇത് വിളക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഈ 80-ാം വയസ്സിൽ ഇത്ര വലിയ ഒരു കർമ്മം ചെയ്ത അദ്ദേഹത്തിന് ഡോക്ടറേറ്റിൽ കുറഞ്ഞത് ഒന്നും കൊടുത്ത് അനുമോദിച്ചാൽ പോരാ എന്നാണ് ബഹുമാനപ്പെട്ട തിരുമേനി എൻ്റെ അഭിപ്രായം, എൻ്റെ അപേക്ഷ. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ ഡോക്ടറേറ്റ് കൊടുക്കാൻ പാടില്ലേ എങ്കിൽ അദ്ദേഹം സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യട്ടെ. അവിടെ പ്രായപരിധിയൊന്നും കാണില്ലല്ലോ. ഇതാ ഡോക്ടർ M.A. ഉമ്മൻ ഇവിടെ ഇരിക്കുന്നു, ഇതാ ഡോക്ടർ ശലമോൻ ഇവിടെ ഇരിക്കുന്നു, ഇതാ ഡോക്ടർ മേരി ജോർജ് ഇവിടെ നിൽക്കുന്നു. ഞങ്ങളൊക്കെ തന്നെ PhD ഗൈഡ്സ് ആകാം. ഞങ്ങളൊക്കെ തന്നെ ഈ പുസ്തകം എന്താണെന്ന് വെച്ചാൽ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട് PhD കൊടുക്കണമെങ്കിൽ, എങ്ങനെ തീസിസ് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള ആ മോഡസ് ഓപ്പറാൻഡിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊള്ളാം. വളരെ എളുപ്പം. കാരണം അദ്ദേഹം ചെയ്ത അധ്വാനം അത്ര വിലപ്പെട്ടതാണ്. ആ അധ്വാനത്തിൻ്റെ ഫലം എന്താണെന്നറിയാമോ? അതായത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും തോൽക്കരുത് ആ പുസ്തകം വാങ്ങുന്നതിൽ നിന്ന്. നിസാരമായ വിലയാണുള്ളത്. അത് വാങ്ങിക്കണം. അത് വാങ്ങിച്ച് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക്, അതായത് നമ്മളാരും ശ്രീ ജോസഫ് സാർ പറഞ്ഞു, സാറിന് ഒരുപാട് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ആരും വൈദിക പഠനത്തിന് പോയി ബൈബിള് മുഴുവൻ അരച്ച് കലക്കി കുടിച്ചിട്ടില്ല. പക്ഷേ അതായത് പ്രസംഗിക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ കുറേയൊക്കെ ബൈബിൾ പഠിക്കും, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ തന്നെ ബൈബിൾ വീട്ടിൽ വായിച്ചുമൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ അർത്ഥാന്തരങ്ങൾ അതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 85-ാം വയസ്സാകുമ്പോഴേക്കും 90-ാം വയസ്സാകുമ്പോഴേക്കും ഒക്കെ നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് അത്യുജ്വലമായ ഒരു കോൺട്രിബ്യൂഷനാണ്, ഒരു സംഭാവനയാണ്. ഇതുപോലെയുള്ള സംഭാവനകൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി അതുപോലെ അദ്ദേഹത്തിന് ഈ എക്യൂമിനിസം, അതായത് SCMലെ മെമ്പറായിരുന്നു, ഐക്കഫിലെ മെമ്പർ രണ്ടും ആയിരുന്നു. ജോസഫ് സാർ എന്നൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം സഭകളെ ഒന്നിച്ച് കാണാൻ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. അതങ്ങനെ സ്കാറ്റേർഡായിട്ട് കിടക്കുക ഈ ഗ്രന്ഥത്തിൽ മുഴുവനുമായിട്ട്. അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അതായത് പോപ്പുമാരെ പറ്റിയുള്ള വളരെയേറെ നല്ല പോപ്പുമാരെ പറ്റിയും ചില തെറ്റായ രീതിയിൽ ചരിച്ച പോപ്പുമാരെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പോപ്പിൻ്റെ പേരെടുക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്, ബൈബിൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. പക്ഷേ യേശുക്രിസ്തു സിനഗോഗുകളിൽ പോയി മതപഠനം നടത്തിയിരുന്നു എന്ന കാര്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ പഠിച്ചിരുന്നു എന്ന കാര്യം, മതാഭ്യസനവും ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നോക്കിയിരുന്നു എന്ന കാര്യം, അതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ റബ്ബി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറിയുടെ മുൻപിൽ അടുക്കിൽ വെച്ച് കാണുന്ന യെരൂശലേമിലെ സ്ത്രീകൾ അദ്ദേഹത്തെ സംബോധന ചെയ്തത്. ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ബൈബിൾ വായിക്കും, പക്ഷേ അത് അവരുടെ നോർമൽ ലൈഫിൽ എല്ലാ ദിവസവും മതപഠന ക്ലാസ്സിൽ പോകുന്നുണ്ടോ, സിനഗോഗിൽ പോയി മതപഠനം നടത്തുന്നുണ്ടോ, അതൊന്നും പക്ഷേ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ എനിക്കിനി പാപ്പ ലിയോ 13 മാർപ്പാപ്പയുടെ കഥ കുറേ മാർപ്പാപ്പന്മാരെ പറ്റി പറയുന്നുണ്ട്. അതായത് എക്യുമെനിസത്തിൻ്റെ വക്താവാണ്, അതാണ് ഈ പുസ്തകം എന്ന് പറയാനാണ് ഞാൻ പാപ്പാമാരെ പറ്റിയുള്ള കഥ എടുക്കുന്നത്.
ലിയോ 13 മാർപ്പാപ്പ. 1891 ലിയോ 13 മാർപ്പാപ്പായുടെ കാലഘട്ടം. 91 അദ്ദേഹം റേരും നൊവാരും, ഒരു ചാക്രിക ലേഖനം, റേരും നൊവാരും. ആ ചാക്രിക ലേഖനത്തിൽ തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്നാണ് ആ ചാക്രിക ലേഖനത്തെ പറയുന്നത്. തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണത്? ഈ 1891 എന്ന കാലം എന്നാണ് കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്? 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് മാർക്സ്? അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു, ഫിലോസഫറായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഇരുന്ന് റിസർച്ച് ചെയ്യാൻ. ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി എന്ന് വെച്ചാൽ അന്ന് ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ്. അവിടെ റിസർച്ച് ചെയ്യാൻ വന്ന അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ട കാഴ്ചകൾ, ചുറ്റുവട്ടം നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ക്രൂരതകളാണ്. 7 വയസ്സ് വരെ മാത്രം പ്രായമുള്ള കുട്ടികൾ ഇങ്ങനെ മെഷീൻ്റെ വീല് കറക്കുക, 10 മണിക്കൂറൊക്കെ കറക്കി കറക്കി ആ വീലിനകത്തേക്ക് വീണ് ചന്ന ഭിന്നമായി പോവുക. 16 മണിക്കൂർ വരെ ഗർഭിണികളായ സ്ത്രീകൾ പോലും അടിമവേലയാണെന്ന് ഓർക്കണം, ജോലി ചെയ്യുക. പുരുഷന്മാർ 22 മണിക്കൂർ ജോലി ചെയ്യുക. എന്നിട്ട് അവർക്ക് കിട്ടുന്ന കൂലി എത്രയായിരുന്നു എന്നറിയാമോ? ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസിന്, അതായത് അയൺ ലോ ഓഫ് വേജസ്, വേതനത്തിൻ്റെ ഇരുമ്പ് നിയമം, അതാണ് അന്ന് ഇംഗ്ലണ്ടിൽ നിലവിൽ നിന്നത്. അതനുസരിച്ച് കിട്ടുന്ന വേതനത്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഈ യാതനകൾ കണ്ട് ചങ്ക് തകർന്നാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 എഴുതുന്നത്. അതിനുശേഷം 1863 ശേഷമാണ് ദാസ് ക്യാപിറ്റലിൻ്റെ 3 വാല്യൂംസും വരുന്നത്. 3-ാം വാല്യൂം വരുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചു. അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ 1891 ലിയോ 13 ലേബറിനെ പറ്റിയുള്ള മാഗ്ന കാർട്ട, റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം എഴുതുന്നത്. എന്ന് വെച്ചാൽ അന്ന് കത്തോലിക്ക സഭ തൊഴിലാളികളോട് ചേർന്ന് നിന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മാർക്സ് അങ്ങനെ പറഞ്ഞത്? മാർക്സും സ്വമേധയാ തൊഴിലാളികളോടുള്ള ആഭിമുഖ്യം കൊണ്ടല്ല. മാർക്സിനെ വലിയ തോതിൽ സ്വാധീനിച്ചിരുന്നു ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ്സ്, ക്രൈസ്റ്റിൻ്റെ ലൈഫ്. അതൊരു മാതൃകയായിട്ട് എടുത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതേണ്ടി വന്നത്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നിട്ടും തൊഴിലാളികളുടെ നിലയിൽ മാറ്റം വരുന്നില്ല. അപ്പോഴാണ് പോപ്പ് ഇടപെട്ട് ഇങ്ങനെ റേരും നൊവാരും എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം എഴുതി ശ്രമിക്കുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഈ ക്രിസ്ത്യൻസ് അതുപോലെ തന്നെയാണ് 1931 അതായത് ലോക ഡിപ്രഷൻ കാലത്ത്, ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929-32 ആ 3 വർഷക്കാലമാണ് ആഗോള മഹാമാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ കാലം. അപ്പോൾ എന്താണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത്? ആ സമയത്തും പോപ്പ്, ഏത് പോപ്പാവെന്ന് നോക്കിക്കോട്ടെ, ഏത് പോപ്പാണെന്ന്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ലിയോ 13 ആണോ എന്നൊരു സംശയമുണ്ട്. അത് ലൂയി 13. ആ പോപ്പ് പറയിൻ്റെ ഒരു ചാക്രിക ലേഖനം ആ സമയത്തും വരുന്നു. ആ ചാക്രിക ലേഖനത്തിൽ വരുന്നത് എന്താണ്? തൊഴിലാളികൾ ഇപ്പം മാർക്സിയൻ കമ്മ്യൂണിസം ഇപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണ്? മൂലധനത്തിൻ്റെ തൊഴിലാളികളുടെ ശത്രുക്കളാണ് മൂലധനം എന്നാണ്. അങ്ങനെയല്ല. തീർച്ചയായിട്ടും മൂലധനമില്ലെങ്കിൽ ഉൽപ്പാദനമില്ലെങ്കിൽ തൊഴിലില്ല. അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട പോപ്പ് ഒരു ചാക്രിക ലേഖനം എഴുതി. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? തൊഴിലാളികളും വ്യവസായികളും അഥവാ മുതലാളികളും സഹകരിച്ചു പോകണം. അപ്പോൾ സഹകരണത്തിൻ്റെ ഭാഷ, ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അദ്ദേഹം ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അതായത് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കാണുകയാണ്. ലോകത്തെ ക്ഷേമത്തിലേക്ക് നയിക്കാൻ
ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ എങ്ങനെ സാധിക്കുമെന്നാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനിനി കൂടുതലേക്ക് പോകുന്നില്ല. എനിക്കറിയാം നിങ്ങളെല്ലാവരും തന്നെ ക്ഷീണിച്ചിരിക്കുകയാണ് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജോൺ സാമുവലിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അതൊരു മാഗ്ന കാർട്ട തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട തിരുമേനിയോട് പറഞ്ഞത് അദ്ദേഹത്തിനൊരു ഡോക്ടറേറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് ഒരു ഡോക്ടറേറ്റ് കയ്യിലിരിക്കുന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പ്രത്യേകിച്ച് പാതയൊന്നും കിട്ടില്ല, എങ്കിലും ഒരു അഭിമാനം. ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്കൊരു PhD, കഷ്ടപ്പെടാതെ PhD എടുക്കുന്നവരുണ്ട് കേട്ടോ ഒരുപാട് പേര്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഇദ്ദേഹം രാപകൽ അധ്വാനിച്ച് ആണ് ഇത്ര മനോഹരമായ ഒരു പുസ്തകം രചിച്ചത്. അതുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പാടിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ടൊരു PhD എടുത്തു എന്ന് പറയാൻ വേണ്ടി ഞാനിനി കൂടുതൽ പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ശ്രീയക് ജോസഫ് സാറ് പറഞ്ഞല്ലോ, അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് പറഞ്ഞ ഒരു കാര്യം, അതായത് കാമുകന്മാരായി ഭാര്യയും ഭർത്താവും സർവ്വകാലത്തും കാമുകന്മാരായിരിക്കുക, കുടുംബജീവിതം നന്നാക്കാൻ എന്നുള്ളൊരു മാർഗം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാമുകന്മാരായിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഗ്രന്ഥം വായിക്കണം. അതായത് നോബൽ ലൊറേറ്റ് ആയിട്ടുള്ള ഗാരി എസ് ബെക്കറിൻ്റെ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ പേര് എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, കുടുംബത്തെ പറ്റിയുള്ള ഒരു പ്രബന്ധം. എവിടെയും വെബ്സൈറ്റിൽ കിട്ടും. 1991 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി ആളാണ് അദ്ദേഹം. ഷിക്കാഗോ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പ്രസക്തിയും കൂടി ഞാൻ പറയാം. അത് പ്രത്യേകിച്ച് തിരുമേനി പറഞ്ഞ അച്ഛന്മാരെ കൊണ്ടൊക്കെ വായിപ്പിക്കണം ആ പുസ്തകം. എന്തിനാ അച്ഛന്മാരൊക്കെ വായിക്കണം? അവരുടെ കുടുംബം നന്നാക്കാനാണോ? അല്ല. അവർ പ്രസംഗിക്കുന്ന പള്ളികളിലൊക്കെ അതിൻ്റെ പ്രസക്തി അത്ര വലുതാണ്. കാരണം ഒരു കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ഒരു സമൂഹത്തിൻ്റെ ബേസിക് യൂണിറ്റാണ്. ആ കുടുംബം, ഇവിടെ കേരളത്തിൽ ആ കുടുംബം വഴിതെറ്റി എന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം മദ്യപാന ശീലവും മയക്കുമരുന്ന് ശീലവുമുള്ള മക്കളും ഒക്കെ, അച്ഛനെ കൊല്ലുന്നവർ, അമ്മയെ കൊല്ലുന്നവർ, ഇത്തരം ഒരു കുടുംബ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നുകിൽ അമ്മ ഇവിടെ, അച്ഛൻ പ്രവാസത്തിൽ, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ, അമ്മ പ്രവാസത്തിൽ. ഈ തരത്തിലുള്ള കുടുംബങ്ങൾ കാരണമാണ് ഇത്തരം ഗതികേട് വന്നത്. അപ്പോൾ ആ ഗ്രന്ഥം എന്താണ് പറയുന്നതെന്ന് ഒരു ഒറ്റ വാക്ക്, ഒരു 2-3 വാക്ക് സെൻറ്റൻസിൽ ഞാൻ പറയാം. അതായത് ഒരു കുടുംബത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ഭാര്യയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ബീജാവാപം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അച്ഛൻ്റെ ജോലി അവിടെ തീരുന്നു. 10 മാസം ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിനെ ചുമന്ന് പ്രസവിക്കുന്നത് അമ്മയാണ്. ആ അമ്മയുടെ സ്നേഹം 5 വർഷത്തേക്കെങ്കിലും കുട്ടിക്ക് കൃത്യമായി കിട്ടിയിരിക്കണം. അപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്നല്ല, പ്രവാസത്തിൽ പോട്ടെ എന്നല്ല, അച്ഛന് നിർവഹിക്കേണ്ട ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ 2 പേരും ചേർന്ന് കുടുംബം മുൻപോട്ട് കൊണ്ടുപോകണം സഹനത്തിൻ്റെ പാതയിലൂടെ. എന്താ ഈ എൻഡ്യൂറൻസ്? അത് നമ്മൾ സർവം സഹയായ ഭൂമിയോടാണ് സ്ത്രീകളെ ഉപമിക്കാറുള്ളത്. അങ്ങനെ സർവം സഹയായ ഭൂമിയോട് ഉപമിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ ഈശ്വരൻ ഗർഭപാത്രം കൊടുത്തിരിക്കുന്നത് ഏറെ സഹിച്ച് കാമുകന്മാരായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ നല്ല സമൂഹത്തെയും നല്ല രാജ്യത്തെയും കെട്ടിപ്പടുക്കാനാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ പുസ്തകം എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വായിക്കുക. എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട് കേട്ടോ, ഫോട്ടോകോപ്പി എടുക്കണമെങ്കിൽ വീട്ടിൽ വന്നാൽ മതി. അപ്പോൾ ഇത് ശ്രീയക് ജോസഫ് സാർ പറഞ്ഞ ആ പഴയകാല കഥയിൽ നിന്നാണ് ഈ ഓർമ്മ ഞാനിപ്പോൾ പുതുക്കിയത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ടഗ് ഓഫ് വാറാണ്. ആ ടഗ് ഓഫ് വാറിൽ വിജയിക്കണമെങ്കിൽ ഒരുപാട് സഹനവും ഒരുപാട് ശക്തി സാക്രിഫൈസ് ചെയ്യലും ഒക്കെ വേണ്ടി വരും. അത് വൈദികർ ഓരോ ഇടവകയിലും പ്രസംഗിക്കുമ്പോൾ ആ സമയത്ത് പറയണം. സ്ത്രീക്കും പുരുഷനും ഉള്ളിൽ തട്ടത്തക്ക രീതിയിൽ അങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങൾ ഒരു അട്ടിമറി കേന്ദ്രമാകാം.